അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ് പരിശുദ്ധ റമദാന്റെ രണ്ടാമത്തെ നാളായിട്ട് ഉണ്ട്. അള്ളാഹു ഞങ്ങളുടെ നോമ്പും ഇബാദത്തുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും കുടുംബ ബന്ധം ചേർക്കണമെന്നും വിവരിച്ചു വന്നുകൊണ്ടുള്ള ആ ബാബിലെ 2 ഹദീസുകൾ നമുക്ക് വിശദീകരിച്ചിട്ടായി ഇന്നിപ്പോ 3-ാമത്തെ ഹദീസായിട്ട് ഇവിടെ വിവരിക്കോണ്ട്. അപ്പൊ ഈ കുടുംബ ബന്ധം എന്നുള്ളത് ഇസ്ലാം വലിയ പ്രാധാന്യം അതൊക്കെ കൽപ്പിച്ചത് എന്നായിട്ട് ഇവിടെ വിവരിച്ചു വന്നുകൊണ്ടുള്ളത്. ഇന്നത്തെ ഹദീസിൽ നോക്കാം. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനെ ചൊല്ലി എന്നുള്ളത്. വഅൻഹു അയ്ളൻ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെയായിട്ട് ഈ ഹദീസിൽ റിപ്പോർട്ടാക്കുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫ. അവർ ആരെങ്കിലും മൻ കാന യുഅ്മിനു ബില്ലാഹ്, അല്ലാഹുവെ കൊണ്ടും അന്ത്യനാള് കൊണ്ടും ഒരുത്തൻ വിശ്വസിച്ചിരാൻ കണ്ടെങ്കിൽ, അള്ളാഹുൽ അവനക്ക് വിശ്വാസമുണ്ട്, ഖിയാമത്തിനാളിൽ വിശ്വാസമുണ്ട്, ശരിയായ ഈമാനുണ്ട് എങ്കിൽ അവന്റെ ബിരുന്നുകാരെ അവൻ സൽക്കരിക്കട്ടെ. അവന്റെ റായത്ത് വന്ന് അല്ലാണ്ട് ഔത്ത് വന്ന ബിരുദരെ അവൻ സൽക്കരിക്കണം. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസുൽ റഹിമ. അള്ളാഹുടെ കൊണ്ടും അന്ത്യനാള് കൊണ്ടും വിശ്വസിച്ചിരാൻ കണ്ടെങ്കിൽ അവൻ കുടുംബ ബന്ധത്തെ ചേർക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുടെ കൊണ്ടും അന്ത്യനാള് കൊണ്ടും വിശ്വസിച്ചിരാൻ കണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറൻ, അവൻ നല്ലത് ചൊല്ലട്ടെ, ഔ ലിയസ്മുത്, അല്ലെ മുണ്ടാതിരിക്കട്ടെ. മുത്തഫഖുൻ അലൈഹി. അപ്പൊ ഈ ഹദീസിൽ 3 കാര്യങ്ങളായിട്ട് ഇവിടെ നബി തങ്ങൾ ചൊന്നത്. ഒന്ന്, അള്ളാഹുലും അന്ത്യനാളിലും അവന് വിശ്വാസമുണ്ടെങ്കിൽ അവൻ ബിരുദക്കാരെ സൽക്കരിക്കണം. 2, അതേ വിശ്വാസം അവന് കണ്ടെങ്കിൽ കുടുംബ ബന്ധം ചേർക്കണം. അതേ വിശ്വാസം അവനുണ്ടെങ്കിൽ നല്ലത് മാത്രം പളക്ക പറയണം, അല്ലെങ്കിൽ മുണ്ടാട്ട് തേക്കണം എന്നുള്ളത്. അപ്പൊ ഈ അള്ളാഹുടെ കൊണ്ടും അന്ത്യനാള് കൊണ്ടുള്ള വിശ്വാസ എന്നുള്ളത് ഒരു മനുഷ്യരെ ഏറ്റവും നല്ല തിരക്ക് കൊണ്ടുപോകേണ്ടത് ഒന്ന് അള്ളാഹുലുള്ള വിശ്വാസമായിട്ടില്ല. അള്ളാഹുലുള്ള വിശ്വാസം, ഖിയാമത്ത് നാളുണ്ട് എന്നുള്ളൊരു പേടിയും. അപ്പൊ ഈ ഖിയാമത്ത് നാളില് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നല്ലത് ചെയ്തതൊക്കെ പ്രതിഫലത്തുണ്ട്, തെറ്റായ കാര്യങ്ങൾ ചെയ്തെങ്കിൽ അവിടെ ചോദ്യവുമുണ്ട്. അപ്പൊ ഇത് ഒരു മനുഷ്യരെ ഇബാദത്ത് ചെയ്യുകൊള്ള ഏറ്റവും കൂടുതൽ കൊണ്ട് പ്രേരിപ്പിക്കുന്ന ഒന്നായിട്ട് അന്ത്യനാളിലുള്ള വിശ്വാസം എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ചെയ്തതൊക്കെ അള്ളാഹുടെ പ്രതിഫലത്തിന് വേണ്ടിയാവണം. അപ്പൊ ശരിയായ ഈമാൻ ഉണ്ട് കണ്ടെങ്കിൽ അവനിൽ ഈ സ്വഭാവം ഉണ്ട് എന്നായിട്ട് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. അപ്പൊ നല്ല ഈമാൻ വേണം. അപ്പൊ ഈമാനുള്ളതിന്റെ ലക്ഷണം അല്ലെ, അന്ത്യനാളിൽ വിശ്വാസമുണ്ട്, അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും മനുഷ്യൻ പിറവുചാറില്ല എന്ന്. അപ്പൊ ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2-മതായി എണ്ണിയത് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. ഇനി 305-ാമത്തെ ഹദീസ് വഅൻഹു, അതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെയായിട്ട് ഹദീസ് റിപ്പോർട്ടാക്കുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ഇന്നല്ലാഹു തആല ഖലഖൽ ഖൽഖ, അല്ലാഹു എല്ലാ സൃഷ്ടികളെയും അവൻ പടച്ച, ഹത്താ ഇദാ ഫറഗ മിൻഹും ഖാമത്തിർ റഹിം. അപ്പൊ ഇതിൽ നിന്നെല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല വിരമിച്ചപ്പോ കുടുംബ ബന്ധം എണീച്ച് നിണ്ടെത്ത് ഫഖാലത്ത്, എന്നിട്ട് ചെന്ന് ഹാദാ മഖാമുൽ ആയിദി ബിക മിനൽ ഖതിയത്തി, ഇത് നിന്റെ കാവൽ കേൾക്കട ഒരു ജാഗയായിട്ട് എന്തിനെ, കുടുംബ ബന്ധത്തിൽ നിന്ന് മുറിക്കിടതിൽ നിന്ന് കാവൽ കേൾക്കട. അപ്പൊ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല എല്ലാത്തെയും അള്ളാഹു തഖ്ദീറാക്കി വെച്ചിരാ, അള്ളാഹു കണക്കാക്കി വെച്ചിരാ. അപ്പൊ ഓരോ സമയത്തിൽ അത് അള്ളാഹു തആല സൃഷ്ടിച്ചതിരെ ബുദ്ധ. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ഉണ്ടാവുക എന്ന് അള്ളാഹുടെ കണക്കല്ലായത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല മുന്നല്ലേ തീർമാനിച്ചു വെച്ചതായിട്ടുണ്ട്. അപ്പൊ ഈ കുടുംബ ബന്ധം അവിടെ എണീച്ച് നിന്നിട്ട് ചൊല്ല്, പടച്ചവനെ ഇതാ നിന്നിട്ട് അഭയം കേക്കടെ, കാവൽ കേക്കടെ ജാഗിയായിട്ടില്ല. ഇത് എന്തിനെ, കുടുംബ ബന്ധം മുറിക്കിടുന്നതിൽ നിന്നും. കാനനം. അപ്പൊ അള്ളാഹ് ചെന്ന അതെ, അമ്മാ തർദൈന അസ്വില മൻ വസലക്കി. അപ്പൊ അല്ലാഹു തആല കേക്കടെ,
നിന്റെ ചേർത്തങ്ങളെ ഈ കുടുംബ ബന്ധത്തങ്ങളെ മുറുകെ പിടിച്ചങ്ങളെ നാണ് ചേർക്കണേ മെയ്യാവല്ലേ നീ അത് തൃപ്തിപ്പെടില്ലേ ആക്കി കുടുംബ ബന്ധത്തെ നിന്റെ മുറിച്ചങ്ങനെ നാണും മുറിക്കണേ ആളോട്ട് ഉണക്കും ബന്ധമില്ല അങ്ങനെ ഞാൻ ആക്കടെ മെയ്യാവലെ കാലത്ത് ബല അപ്പൊ ആ കുടുംബ ബന്ധം ചെയ്ത് അതെ കാല ഫദാലി കലക്ക് അത് നിക്കുണ്ട് സുമ്മക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഉ ഇൻ ശിഅ്തും പിന്നെ നബി തങ്ങൾ ഈ ആയത്ത് ഓതിയത് ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർദി വതുഖത്തിഉ അർഹാമകും ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹു ഫഅസമ്മഹും വഅമ അബ്സാറും സൂറത്തു മുഹമ്മദിലെ 22 23 ആയത്. എന്താ ഈ ആയത്തിൽ ചൊന്നത്? ഫഹൽ അസൈതും നിങ്ങൾ പിന്തിരിഞ്ഞ് കളഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ഉണ്ടാവുകയോ അൻ തുഫ്സിദു ഫിൽ അർദ് ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കുക വതുഖത്തിഉ അർഹാമകും നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിങ്ങൾ മുറിക്കുക ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ് അക്കൂട്ടർ അല്ലാഹു ലഅനത്ത് ചെയ്തിന ഫഅസമ്മഹും അങ്ങനെ അല്ലാഹു തആല ഹക്ക് കേൾക്കാത്തതുപോലെ ആക്കിന വഅമ അബ്സാറുഹും അങ്ങനെ കണ്ണ് കാണാത്തതുപോലെ ആക്കിന ഹക്ക് നല്ലതങ്ങ് കാണ്ടില്ല നല്ലത് കേൾക്കില്ല നല്ലത് ഉൾക്കൊള്ളില്ല അല്ലാഹു അങ്ക് ലഅനത്ത് ചെയ്തിന. അപ്പോ പലതൊക്കെ തന്നെ പണ്ടത്തെ ജാഹിലിയായ കാലത്തൊക്കെ തന്നെ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ നിങ്ങൾ ഇസ്ലാമിനെ തൊട്ട് പിന്തിരിഞ്ഞ് കളഞ്ഞറിഞ്ഞ് കണ്ടെങ്കിൽ മുന്നത്തേക്ക് നിങ്ങൾ മടങ്ങിയറിഞ്ഞ് കണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ ഫസാദുമായി നടക്കുന്നത് കുടുംബ ബന്ധത്തെ നിങ്ങൾ മുറിക്കുന്നത്. അങ്ങനെ കുടുംബ ബന്ധത്തെ നിങ്ങൾ മുറിക്കുന്നത് ഫസാദുമായി നടക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ലാനത്ത് ചെയ്ത നിങ്ങൾക്ക് ആ ഹക്ക് പിന്നെ കേൾക്കുകയില്ല, ഹക്ക് ഉൾക്കൊള്ളുകയില്ല, ഹക്ക് നിങ്ങൾക്ക് കാണുകയില്ല, മനസ്സിലാക്കുകയില്ല. ആ ഒരു അവസ്ഥക്ക് നിങ്ങൾ എത്തിപ്പോണ്ടത് എന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്ത്. അപ്പൊ ഈ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക ചെന്നിട്ട് അതിലൊട്ടുకు ചെന്നത് നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിങ്ങൾ മുറിക്കുന്നത്. അപ്പൊ കുടുംബ ബന്ധത്തെ മുറിക്കിടറെന്ന് ചൊല്ലുമ്പോ എന്താ ചെന്ന് അതിന്റെ ബാക്കില് അള്ളാഹു നിങ്ങൾക്ക് ലാനത്ത് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് നല്ലത് കേൾക്കുക ഉൾക്കൊള്ളുക നിങ്ങൾക്ക് ആവില്ല. കേക്കിട് പക്ഷെ അത് നിങ്ങൾ ഉൾക്കൊള്ളില്ല. നല്ലത് കാണാറ് പക്ഷെ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരവ് നിങ്ങൾക്ക് ആവില്ല. അപ്പൊ ഇങ്ങനെ അള്ളാഹു ആക്കി പോയിട്ട് അള്ളാഹ് ലാനത്ത് ചെയ്യില്ല. അപ്പൊ കുടുംബ ബന്ധം മുറിക്കട എന്നതിനെ സംബന്ധിച്ച് നോക്കൂ അള്ളാഹു താല ഈ ആയത്തിൽ ചെന്നത്. അപ്പൊ ഈ കുടുംബ ബന്ധം എന്നുള്ളത് അത് മുറിച്ചങ്ങനെ അള്ളാഹു മുറിക്കടാൻ ചെന്നതിനർത്ഥം അള്ളാഹു അങ്ങനെ അങ്ക് ഓരോ ഓഫർ നിങ്ങൾ നോക്കൊരു ലൈലത്തുൽ ഖദറുടെ ഓഫർ ഉണ്ട്, ബറാത്ത് ജാവുടെ ഓഫർ ഉണ്ട്, ബില്യാസ് ജാവുടെ ഓഫർ ഉണ്ട്. ഇതൊക്കെ ഈ കുടുംബവുമായി പണങ്ങി നിൽക്കണക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അങ്ക് അത് കിട്ടില്ല. അപ്പൊ അത് വലിയ ഒരു ദോഷമായിട്ട് അത് മനസ്സിലാക്കണം. പിന്നെ ഇത് റോഫി റിവായത്തിൽ ബുഖാരി ഫഖാലല്ലാഹു തആല മൻ വസലക്കി വസൽതു വമൻ ഖതഅകി ഖതഅതു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ആക്കിയവിടെ ചൊന്നത് നിന്റെ 6 ചേർത്തറോ അങ്ങനെ നാനും ചേർക്കണേ. കുടുംബ ബന്ധത്തൊട്ടി അള്ളാഹു ചൊല്ലേ നിന്റെ 6 മുറിച്ചറോ അങ്ങനെ നാനും മുറിക്കണേ എന്നുള്ളത്. അപ്പോ ഇത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിലൂടെ അതിന്റെ പ്രാധാന്യത്തെ അള്ളാഹു തആല കൽപ്പിക്കണേ. കുടുംബ ബന്ധം എന്നുള്ളത് അതിലെ പ്രാധാന്യം അത് ചേർത്ത് പിടിക്കങ്ങനെ അള്ളാഹും ചേർക്കണം. അപ്പൊ അള്ളാഹുടെ സഹായം ഉണ്ടാവും, അള്ളാഹുടെ കരുണയുണ്ടാവും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ദുആക്ക് ഉത്തരം ചെയ്യില്ല. അത് മുറിച്ചങ്ങോ അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന് ഉത്തരം കിട്ടില്ല, അള്ളാഹുടെ സഹായം ഉണ്ടാവില്ല. കാരണം അള്ളാഹു അങ്ങനെ വിട്ടുപുട്ടുക എന്നുള്ളത്. അപ്പൊ അതൊക്കെ വലിയൊരു പ്രാധാന്യം ഇസ്ലാം കൽപ്പിച്ചത്. അള്ളാഹു ഞങ്ങളൊക്കെ സ്വാലിഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.